AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ കൈക്കൂലി പരാമർശമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അംഗത്തിൽ നിന്നുയർന്ന മറ്റൊരു മുഖ്യ വിവാദം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആളുകളെ വില കുറച്ച് കാണരുത് എന്നും KC വേണുഗോപാൽ മാപ്പ് പറയണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. ദരിദ്രന്റെ അവകാശമായ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാരായി പരിഹസിക്കുന്നത് ആരായാലും ശരിയല്ലെന്ന് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് പ്രതികരിച്ചു. അതേസമയം തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുമാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. അങ്ങനെ ഇന്ന് മുഴുവൻ ഈ വിഷയത്തിൽ പല കോണുകളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. RDX റാപ്പ് കണ്ടുവരാം. അതിലെ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം UDF കൺവെൻഷനിൽ പറഞ്ഞ ഈ വാക്കുകളാണ് ഒരു പകലിനിപ്പുറം ഇന്ന് വിവാദമായി കത്തിപ്പിടിക്കുന്നത്. ക്ഷേമ പെൻഷൻ തിരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാക്കി പിണറായി വിജയൻ മാറ്റിയെന്ന് KC വേണുഗോപാൽ ആരോപിച്ചിരുന്നു. KC വേണുഗോപാലിന് മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ എത്തി. UDFO പെൻഷൻ കൊടുക്കുന്നില്ല, കൊടുക്കുന്നവരെ കുറ്റം പറയുകയാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആളുകൾ മണ്ടന്മാരല്ല, അവരെ വില കുറച്ച് കാണരുതെന്നും ബാലഗോപാൽ. വിവാദമായതോടെ വിശദീകരണവുമായി KC വേണുഗോപാൽ വീണ്ടും എത്തി. തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ്. കുടിശ്ശികയുണ്ടാക്കി ഇലക്ഷൻ സമയത്ത് ഒരുമിച്ച് കൊടുക്കുന്നതിലൂടെ ജനങ്ങളെ കൈക്കൂലിക്കാരായി കാണുന്നതിന് തുല്യമാണെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. KC വേണുഗോപാലിന്റെ പിന്തുണയുമായി VD സതീശനും വന്നു. KC വേണുഗോപാൽ മാപ്പ് പറയണമെന്ന് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷനെ കൈക്കൂലിയെന്ന് ആക്ഷേപിച്ചത് സാധാരണക്കാരോടുള്ള വെല്ലുവിളി. കോൺഗ്രസ് തിരുത്തണമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാക്കി പിണറായി വിജയൻ മാറ്റിയെന്നാണ് KC വേണുഗോപാൽ ആദ്യം പറഞ്ഞത്. അതിൽ നിന്നാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. UDF നിലമ്പൂർ കൺവെൻഷനിൽ വെച്ച് തന്നെയായിരുന്നു KC വേണുഗോപാലിന്റെ ഈ വിവാദ പരാമർശവും. അത് നമുക്ക് കണ്ടുവരാം. സാമൂഹ്യക്ഷേമ പെൻഷൻ ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ, ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്. ആ പെൻഷൻ്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇനിയിപ്പം വരുമായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. KC വേണുഗോപാലിന്റെ മറുപടിയുമായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ തൊട്ടു പിന്നാലെ തന്നെ എത്തി. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ആളുകൾ മണ്ടന്മാരല്ല, ജനങ്ങളെ വില കുറച്ച് കാണാമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. കേരളത്തിൽ സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നത് കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്നില്ല എന്നും ബാലഗോപാൽ പറഞ്ഞു. KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം അവിടെ ഒന്ന് പറയുകയാണ് 62 ലക്ഷം സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 62 ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരാണോ? അവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമോ? അവരെല്ലാം കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണോ? അവരോട് കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹവും മാപ്പ് പറയേണ്ടതാണ്. KC വേണുഗോപാലിൽ നിന്നുണ്ടായത് ഹീനമായ പരാമർശമാണെന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാരായി കാണുന്നത് ശരിയല്ല എന്നും M സ്വരാജ് പറഞ്ഞു. ക്ഷേമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർക്കുള്ളൊരു ആശ്വാസ നടപടിയാണ്. ദരിദ്രന്റെ അവകാശമാണ് ക്ഷേമ പദ്ധതികൾ. ഒരു നാട്ടിലൊരു ദരിദ്രനുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നാട്ടിലെ ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ല എന്നാണ്. അപ്പോൾ ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റുകൾ ദരിദ്രരായ ആളുകളെ സഹായിക്കും, പിന്തുണയ്ക്കും. അത് അവരുടെ അവകാശമാണ്. ഒരു കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത് കർഷക തൊഴിലാളിയുടെ അവകാശമാണ്, ഔദാര്യമല്ല. അപ്പോൾ അവരെ കൈക്കൂലിക്കാരായിട്ട് പരിഹസിക്കുന്നത് ആരായാലും ശരിയല്ല. അത് തിരുത്തണം. 60 ലക്ഷം വരുന്ന മനുഷ്യർ കേരളത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. ആ 60 ലക്ഷം പേർ കൈക്കൂലിക്കാരാണെന്ന് എങ്ങനെ പറയും? അത് വളരെ ഹീനമായ ഒരു പ്രസ്താവനയായിപ്പോയി. ആ മനുഷ്യർ അനുഭവിക്കുന്ന ആത്മസംഘർഷം നമ്മൾ മനസ്സിലാക്കണം. ആ പ്രസ്താവന തിരുത്തണം. അത് അവരുടെ അവകാശമാണ്, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. നമുക്ക് മറ്റു വിവരങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിച്ചിട്ട് വരാം. വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പെൻഷൻ സുരക്ഷയും രാഷ്ട്രീയവും. പെൻഷൻ 2 തരമാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും. സംസ്ഥാനത്ത് 2 തരമാണത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രതിമാസം 1600 രൂപ വീതമാണ് നൽകുന്നതെന്ന് നമുക്കറിയാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തെത്തുമ്പോൾ ഇത് പെൻഷൻ 600 രൂപ മാത്രമായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. പിണറായി സർക്കാർ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചു എന്നതും ഒരു വസ്തുതയാണ്. നമ്മുടെ മുന്നിൽ അതുണ്ട്, കണക്കുകളുണ്ട്. 2021 ജനുവരി മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയാക്കി. 2021 ജനുവരി മുതലാണത്.
കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് 62 ലക്ഷം ആളുകളാണ് എന്ന കാര്യം ഓർക്കണം. 62 ലക്ഷം. പിണറായി സർക്കാരിൻ്റെ കാലത്ത് 5 മാസം വരെ പക്ഷേ പെൻഷൻ കുടിശ്ശിക വന്നിട്ടുണ്ട്. 5 മാസം വരെ കിട്ടാതായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. 2500 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു 2021 LDFിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അതവർക്ക് പാലിക്കാനായിട്ടില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷനുകൾ വൈകിയതിൽ വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് കണ്ടതാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പിച്ചയെടുത്ത് പ്രതിഷേധിച്ച് അടിമാലി സ്വദേശി മറിയക്കുട്ടി രംഗത്തേക്ക് വന്നത്, ഒരു വൃദ്ധയായ ആൾ വന്നത് വലിയ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മറിയക്കുട്ടി അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. മറിയക്കുട്ടിക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് CPIMൻ്റെ വിമർശനം അന്നുണ്ടായിരുന്നത്. അവർ പിന്നീട് കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. മറിയക്കുട്ടിക്ക് കോൺഗ്രസ് പുതിയ വീട് നിർമ്മിച്ച് നൽകിയിരുന്നു. 2025 മെയ് 21 പക്ഷേ മറിയക്കുട്ടി BJP അംഗത്വം സ്വീകരിച്ചുവെന്ന് സമീപകാലത്ത് നമ്മൾ കണ്ടതാണ്. അവർ കോൺഗ്രസ് വിട്ടു പോയി BJPയിലേക്ക് പോയി. കുടിശ്ശിക അടക്കം പെൻഷൻ തീർത്തു നൽകാൻ കഴിഞ്ഞ മാസം തീരുമാനിച്ചു എന്ന് അതാണ് ഇപ്പോഴത്തെ ഒരു വിവാദത്തിന് കാരണമായിട്ട് വന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് 2025 മെയ് 25-ാം തീയതിയാണ്. തൊട്ടു മുമ്പാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷനായി നൽകിയിരുന്നത് 600 രൂപ മാത്രമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. UDF കാലത്ത് പല പെൻഷനുകളായിട്ട് 18 മാസം കുടിശ്ശിക വന്നിരുന്നു. അക്കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിപ്പോൾ പെൻഷൻ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ചർച്ചയാകുന്നത് സ്വാഭാവികമായിട്ടും വളരെ നല്ല കാര്യമായിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ. കാരണം അത് ഈ മലപ്പുറം പോലുള്ള നേരത്തെ കണ്ട വിഷയങ്ങൾ എന്ന പോലെ രാഷ്ട്രീയമായിട്ട് മാത്രമുള്ളതല്ല, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ്. സാധാരണക്കാരായ 10-62 ലക്ഷം പേരെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ പരസ്പരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആ പെൻഷൻ കൊടുക്കുക എന്ന അവരുടെ ഉത്തരവാദിത്തത്തെ ഒന്നുകൂടെ ഊർജിതപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് അത് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശികയായുള്ള പെൻഷൻ തുക കൊടുക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു കൈക്കൂലി സ്വഭാവമുണ്ട്. ഈ പെൻഷൻ, ക്ഷേമ പെൻഷൻ, സാധാരണക്കാരുടെ അവകാശമായുള്ള ക്ഷേമ പെൻഷൻ LDF സർക്കാർ ഒരു കൈക്കൂലി രൂപത്തിലേക്ക് ഉപയോഗിക്കുന്നു എന്ന കാര്യമാണ്, ഒരു കൊള്ളാവുന്ന രാഷ്ട്രീയ വിമർശനമാണ് KC വേണുഗോപാൽ ഉന്നയിച്ചത് എന്ന് പറയേണ്ടി വരും. അത് പക്ഷേ സമർത്ഥമായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ LDF നേതൃത്വം ശ്രമിച്ചു. ധനകാര്യമന്ത്രി KN ബാലഗോപാലാണത് ആദ്യം ചെയ്തത്. അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം കൈക്കൂലിക്കാരാണ് എന്നാണോ താങ്കൾ പറയുന്നത് എന്ന ചോദ്യം എടുത്ത് മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വേദിയിൽ അത് നല്ല ശക്തമായിട്ടുള്ളൊരു ചർച്ചാ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കും അവിടെ എന്ന് നമുക്ക് പ്രസാദ് ഉടുമ്പശ്ശേരിയോട് ചോദിക്കാം. പ്രസാദ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഇതിപ്പോൾ KC വേണുഗോപാൽ കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ ആരോപണം തന്നെയാണ് മുന്നോട്ടെടുത്ത് വെച്ചത്. നല്ല സെൻസിറ്റീവായിട്ട് സാധാരണക്കാർക്കിടയിൽ ചർച്ച ചെയ്യാവുന്ന ഒരു ഉഗ്രൻ വിഷയം എടുത്ത് മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിന് പാളിച്ച പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് വളരെ സമർത്ഥമായിട്ട് LDF അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് തിരിച്ചുവിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പെൻഷൻ എന്ന ഒരു ജീവൻ പ്രശ്നം, സാധാരണക്കാരുടെ പ്രശ്നം അവിടെ ചർച്ചയാകുന്നു എന്നൊരു പോസിറ്റീവ് കാര്യമുണ്ട്. ഇതേത് വിധത്തിലാണ് ഇപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രതിഫലിക്കുന്നത്? തീർച്ചയായും സനീഷ് തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. KC വേണുഗോപാൽ ഒരു മികച്ച വിമർശനം തന്നെയാണ് ആ വിഷയത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഒരു പെൻഷൻ എന്ന് പറയുന്നത് എല്ലാ മാസവും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ കുടിശ്ശിക വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു വിമർശനം തന്നെയാണ് KC വേണുഗോപാൽ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ വളരെ തന്ത്രപരമായി തന്നെ LDF അതിനെ, അല്ലെങ്കിൽ CPM നേതാക്കൾ അതിനെ ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് ഈ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൂടി വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. 2,34,000 വോട്ടർമാരുള്ളതിൽ 40,313 പേർ ഇവിടെ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്പോൾ ആ പെൻഷൻ വാങ്ങുന്ന വോട്ടർമാർ വളരെ നിർണായകമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ ഈ പറയുന്ന തുക കൃത്യമായി കിട്ടുക, അല്ലെങ്കിൽ കുടിശ്ശിക തീർത്ത് കിട്ടുക എന്നുള്ളതെല്ലാം സ്വാഭാവികമായും ഈ സമയത്ത് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരു തരത്തിലും ഈ വോട്ടിനെ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കാം പ്രതിപക്ഷം, അല്ലെങ്കിൽ UDF അത് വളരെ കൃത്യമായി പറയുന്നത്. കാരണം ഈ സമയത്ത് കിട്ടുന്നത് അവരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് പരസ്യമായി പറയുന്നത് വോട്ടർമാരിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ചിന്ത വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ LDF അതിനെ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ UDFിൻ്റെയും അതോടൊപ്പം തന്നെ LDFിൻ്റെയും എല്ലാം തന്നെ നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്പരം പഴി പറഞ്ഞുകൊണ്ട് തന്നെ അതിനുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു വലിയ ചർച്ചയായി മാറും. ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലാണെങ്കിൽ ഓരോ വോട്ടും നിർണായകമാകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ 40,000 പേർ പെൻഷൻ വാങ്ങുന്ന ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായും LDFിൻ്റെയും UDFിൻ്റെയും എല്ലാം തന്നെ സ്വാധീനമുള്ള ആളുകളുണ്ടാകും, അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരെ സ്വാധീനിക്കുന്ന
അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ ഈ സമയത്ത് കുടിശ്ശിക കിട്ടിയതുകൊണ്ട് LDF ഒരു നേട്ടം ഉണ്ടാകരുത്, അല്ലെങ്കിൽ LDF ആ ഒരു എഡ്ജ് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് UDF കരുതുന്നത്. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. തിരിച്ചും ഈ KC വേണുഗോപാലിന്റെ ഒരു വിമർശനം, ഇതൊരു കൈക്കൂലി പണമാണ് എന്ന തരത്തിൽ വരുന്ന വിമർശനം വോട്ടർമാരെ സ്വാധീനിക്കരുത് എന്ന നിർബന്ധം LDFനുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് LDF ഇത്തരത്തിൽ അത് അങ്ങനെയാണോ ഈ പണം വാങ്ങുന്നത് അവരുടെ ഔദാര്യമല്ല, അത് അവകാശമാണ് എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് LDFന്റെ നന്ദി പ്രസാദ്. ആ കാര്യങ്ങളെ എങ്ങനെയാണ് അവിടെ പ്രതിഫലിക്കുക എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് വേദിയാണ്, ഇത്തരം വിഷയങ്ങൾ ഇനിയും പലതായിട്ട് മുന്നിലേക്ക് വരും. എന്തായാലും വന്നത് പെൻഷൻ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുവെന്ന് വളരെ പോസിറ്റീവായിട്ട് വേണം കാണാൻ എന്ന് ആവർത്തിക്കുകയാണ്. ഇത്രയധികം മനുഷ്യർക്ക് പല കാരണങ്ങൾ കൊണ്ട് ദുർബലരായ 62 ലക്ഷം പേർക്ക് പ്രതിമാസം ഒരു തുക കയ്യിൽ വെച്ച് കൊടുക്കുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാകും. പല കേരള മോഡലുകളിൽ ഒന്ന്. ദുർബലരെ താങ്ങാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് എന്ന നെഹ്റുവിയൻ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ തുടർച്ചയാണത്. ഭരണകൂടത്തിന് ആ മനോഭാവം രൂപപ്പെടുത്തിയതിലും തുടർന്ന് പോരുന്നതിലും അത് കാലാകാലം വർദ്ധിപ്പിച്ചതിലും ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾക്ക് ക്രെഡിറ്റ് ഉണ്ട്. ക്ഷേമ പെൻഷനുകൾ 600 രൂപയിൽ നിന്ന് ഘട്ടം ഘട്ടമായി 1600 ആക്കി ഉയർത്തിയത് LDF സർക്കാർ ചെയ്ത വലിയ കാര്യമാണ്. ഇടത് സർക്കാർ 4-5 മാസം പെൻഷൻ കുടിശ്ശിക വരുത്തിയപ്പോൾ ജനങ്ങളുടെ ഭാഗം ചേർന്ന് അതവരുടെ അവകാശമായി കണ്ട് UDF സമരം ചെയ്തതും ജനപക്ഷ രാഷ്ട്രീയം തന്നെ. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം സംസ്ഥാന സർക്കാരിനെ വല്ലാതെ ഞെരുക്കുന്നത് RDX കാണാതിരിക്കുന്നില്ല. പക്ഷേ കുടിശ്ശിക തീർത്ത് പെൻഷൻ കൊടുത്തതിനെ കൈക്കൂലി കൊടുക്കലായി UDF നേതാക്കൾ ശരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ RDX ഒരു തെറ്റ് കാണുന്നുണ്ട്. അങ്ങനെ അവർ വിചാരിച്ചിട്ടില്ല എന്നാണ് RDX പക്ഷേ കാണുന്നത്. അങ്ങനെ അവരാരും ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല എന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോപണങ്ങളിൽ മേലുണ്ടായ ഒരു തർക്കമാണ് ഇതെന്നും കണക്കാക്കുക. ആ തർക്കങ്ങളുടെ പിന്നാലെ ഉണ്ടാകുന്ന കൂട്ടപ്പൊരിച്ചിലിൽ വരുന്ന താൽക്കാലിക വിവാദം മാത്രമാകട്ടെ ഇതെന്ന് RDX ആശിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്.